പുതിയ പാർട്ട്നേഴ്സിന്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് സാക്രിഫൈസ് റേഷ്യോയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാക്രിഫൈസ് റേഷ്യോ എന്താണ്, സാക്രിഫൈസ് റേഷ്യോയുടെ ആവശ്യം എന്താണ്, എങ്ങനെയാണ് സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്, ഇതൊക്കെയാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റർ. സാക്രിഫൈസിങ് എന്ന് പറഞ്ഞ വാക്ക് തന്നെ അറിയാം. സാക്രിഫൈസിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നഷ്ടപ്പെടുക, എന്തെങ്കിലും ത്യജിക്കുക എന്നൊക്കെയാണ്. സാക്രിഫൈസിങ് റേഷ്യോ ഇതാണ്. സാക്രിഫൈസ് റേഷ്യോ മീൻസ് നമ്മുടെ പുതിയതായിട്ട് ഒരു പാർട്ട്ണർ വരുമ്പോൾ അല്ലെങ്കിൽ നിലവിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചേഞ്ച് വരുത്തുമ്പോൾ നമ്മുടെ പാർട്ട്നേഴ്സിന് ഉണ്ടാവുന്ന നഷ്ടത്തിന്റെ റേഷ്യോ ആണ് സാക്രിഫൈസ് റേഷ്യോ. ഒന്നുകൂടി ഞാൻ പറയാം. പുതിയ പാർട്ട്ണർ ഒരു സ്ഥാപനത്തിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഒരു രണ്ടുപേര് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിലേക്ക് മൂന്നാമതായിട്ടുള്ള ഒരു പാർട്ട്ണർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടുപേർക്ക് നഷ്ടമുണ്ടാവും. ആ നഷ്ടത്തിന്റെ റേഷ്യോ ആണ് സാക്രിഫൈസ് റേഷ്യോ. നമ്മുടെ അഡ്മിഷൻ ഓഫ് ദി പാർട്ട്ണർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ പുതിയ പാർട്ട്ണറിന്റെ അഡ്മിഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പുതുതായിട്ട് ഒരു പാർട്ട്ണർ വരികയാണെന്ന് വിചാരിക്കുക. രണ്ടുപേര് ഇരിക്കുന്ന സീറ്റിലേക്ക് പുതുതായിട്ട് ഒരാൾ വന്നിരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അയാളെ അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അയാളെ ഒക്യുപ്പൈ ചെയ്യുമ്പോൾ നിലവിലുള്ള പാർട്ട്ണർക്ക് നഷ്ടം സംഭവിക്കും. ആ നഷ്ടത്തിന്റെ റേഷ്യോ ആണ് സാക്രിഫൈസ് റേഷ്യോ. ഉദാഹരണത്തിന് സാക്രിഫൈസ് റേഷ്യോയുടെ ഫോർമുലയുണ്ട്. സാക്രിഫൈസ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. സാക്രിഫൈസ് റേഷ്യോ കാണുന്നത് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ് സാക്രിഫൈസ് റേഷ്യോ. ഓക്കെ, സാക്രിഫൈസ് റേഷ്യോ പഴയ റേഷ്യോയിൽ നിന്ന് പുതിയ റേഷ്യോയിൽ ഉണ്ടാകുമ്പോൾ തമ്മിലുള്ള വ്യത്യാസമാണ്. പഴയതും പുതിയതുമായിട്ടുള്ള റേഷ്യോസ് തമ്മിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് സാക്രിഫൈസ് റേഷ്യോ. അതാണ് നഷ്ടം. ഓക്കെ, പുതുതായിട്ടൊരു പാർട്ട്ണർ വരുമ്പോൾ പഴയ പാർട്ട്നേഴ്സിന് ഉണ്ടാകുന്ന നഷ്ടത്തിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് സാക്രിഫൈസിങ് റേഷ്യോ. നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ പുതിയൊരു പഴയ പാർട്ട്ണർ എയും ബിയും തമ്മിൽ ഷെയർ ചെയ്യുന്നത് 3:2 എയും ബിയും തമ്മിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് 3:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. ഓക്കെ, ഒരു പുതിയ പാർട്ട്ണർ വരുമ്പോൾ ഇവിടെ റേഷ്യോ ചേഞ്ച് ചെയ്യുന്നു. റേഷ്യോ ചേഞ്ച് ചെയ്തിട്ട് 3:2 എന്ന് പറയുന്ന പുതിയൊരു റേഷ്യോ. സി പുതിയ പാർട്ട്ണറാണ്. സി എന്ന് പറയുന്ന പുതിയ പാർട്ട്ണർ വന്നപ്പോൾ ഈ റേഷ്യോ സിയെ കൂടി ഉൾപ്പെടുത്തി ഈ റേഷ്യോയെ അവർ ചേഞ്ച് ചെയ്യും. റേഷ്യോ 3:2 എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് അവർ ചേഞ്ച് ചെയ്യും. ഇത് എയും ബിയും ഇതുവരെ പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്തിരുന്ന റേഷ്യോ ആണ്. പുതിയൊരു പാർട്ട്ണറെ കൂടി വരുന്നു. എയും ബിയും സിയും വരുന്നു. സിക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ഷെയർ ആണ് 3 എന്ന് പറയുന്നത്. സി കൂടി ഉൾപ്പെട്ട് ആ റേഷ്യോ 3:2 ആയിട്ട് മാറും. ഓക്കെ, സാക്രിഫൈസ് റേഷ്യോയുടെ ഫോർമുല നമുക്കറിയാം. സാക്രിഫൈസ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ് സാക്രിഫൈസ് റേഷ്യോയുടെ ഷെയർ. ഓക്കെ, നമുക്ക് സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കാൻ നോക്കാം. ശ്രദ്ധിക്കുക, ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. എയുടെ സാക്രിഫൈസ് എത്രയാണ് നോക്കുക. ഈ കച്ചവടം വന്നപ്പോ അല്ലെങ്കിൽ ഈ പുതിയ ആള് സ്ഥാപനത്തിലേക്ക് വന്നപ്പോ എക്ക് വന്ന സാക്രിഫൈസ് എത്രയാണ് നോക്കുക. എക്ക് വന്ന സാക്രിഫൈസ് ഇതാണ്. എയുടെ പഴയ റേഷ്യോ 3:5. ഓക്കെ, എയുടെ പഴയ റേഷ്യോ 3/5 ആണ്. 3:2 ആണ് അവരുടെ റേഷ്യോ. അപ്പോ എക്ക് പണ്ട് കിട്ടിയിരുന്ന ഷെയർ 5/3 ആണ്. ഓക്കെ, 3/5 ആണ്. എക്ക് മുമ്പ് കിട്ടിയിരുന്ന അല്ലെങ്കിൽ സി വരുന്നതിന് മുമ്പ് എക്ക് കിട്ടിയിരുന്ന ഷെയർ 3:2 ആണ്. 3:2 നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് 3/5 എന്ന് എടുക്കുന്നു. അതായത് എക്ക് മുമ്പ് കിട്ടിയിരുന്ന ഷെയർ 5/3 ആണ്. എയുടെ ഓൾഡ് റേഷ്യോ 3/5 ആണ്. എയുടെ ഓൾഡ് റേഷ്യോ. ഇനി എയുടെ ന്യൂ റേഷ്യോ നോക്കുക. മൈനസ് എയുടെ ന്യൂ റേഷ്യോ. എയുടെ ന്യൂ റേഷ്യോ 3:2 3:2 ആണ് ന്യൂ റേഷ്യോ. 3:2 ആണ് ന്യൂ റേഷ്യോ. ഓക്കെ, അപ്പൊ എയുടെ പുതിയ റേഷ്യോ 3:2 എക്ക് കിട്ടിയിരിക്കുന്നത് 3, 2, 5, 3, 8 ആണ്. ടോട്ടൽ 3/8 ആണ് എയുടെ പുതിയ റേഷ്യോ. ഓക്കെ, 3/5 ആണ് എയുടെ പഴയ റേഷ്യോ. 3/8 ആണ് എയുടെ പുതിയ റേഷ്യോ. ഓക്കെ, സാക്രിഫൈസ് കണ്ടുപിടിക്കുന്നത് ഓൾഡ് ന്യൂ തമ്മിൽ നഷ്ടത്തിൽ വലുത് ചേർന്നതാണ് സ്വാഭാവികമായിട്ടും. അപ്പൊ ആ നഷ്ടത്തിന്റെ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. സോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. 3/5 മൈനസ് 3/8 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 14, 24 minus 15 means 9/14. ഓക്കെ, ചെയ്ത് എങ്ങനെ നോക്കാം. 40 കിട്ടി. 5 into 8 40 കിട്ടി. 8 into 3 24 കിട്ടി. 5 into 3 15 കിട്ടി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ആദ്യത്തെ പ്രാവശ്യം നന്നായി ശ്രദ്ധിക്കുക. രണ്ട് ഡിനോമിനേഷൻസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 40. ഓക്കെ, എൽസിഎം ഒന്നും എടുത്ത് ചെയ്യണമെന്നില്ല. ഇങ്ങനെ ചെയ്താൽ മതി, വേഗം കണ്ടുപിടിക്കാം. 5 into 8 40 കിട്ടി. ഓക്കെ, ഈ 8 into 3 24 കിട്ടി.
ഈ 5 into 3 15 കിട്ടി. ഇതിനെ ചെയ്യുമ്പോൾ 9/40 എന്ന് കിട്ടി. ഇനി ബിയുടെ റേഷ്യോ, ബിയുടെ ഓൾഡ് റേഷ്യോ 2 ആണ്. 3:2 2 ബി മീൻസ് 3. 2/5. ഓക്കെ, 2/5 മൈനസ് ഇവിടെ 2/8. 2/5 മൈനസ് 2/8 ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 40 16 മൈനസ് 10 is equal to 6/14. ഓക്കെ, ഇതാണ് നമ്മുടെ സാക്രിഫൈസ് റേഷ്യോ. 9/40 6/40 ആണ്. 9/40 6/40 നമ്മൾ 9:6 എന്ന് എഴുതുന്നു. ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ 3:2 എന്ന് സാക്രിഫൈസ് റേഷ്യോ. ഓക്കെ, ഇതാണ് നമ്മളില് നമുക്ക് ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും നേരിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ സാക്രിഫൈസ് റേഷ്യോ ഉണ്ട്. ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ സാക്രിഫൈസ് റേഷ്യോ കണ്ടു. എയുടെ ഓൾഡ് റേഷ്യോ മൈനസ് എയുടെ ന്യൂ റേഷ്യോ, ബിയുടെ ഓൾഡ് റേഷ്യോ മൈനസ് ബിയുടെ ന്യൂ റേഷ്യോ. നമുക്ക് ഡിറൈവ് ചെയ്തിരുന്നതിനെ നമ്മൾ റേഷ്യോ ആക്കിയിട്ട് മാറ്റിയതാണ്. ഡിറൈവ് ചെയ്ത് വന്നതിനെ നമ്മളൊരു റേഷ്യോ ആക്കി മാറ്റിയതാണ്. ഓക്കെ, ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇത് ഒരു മെത്തേഡാണ്. ഈ മെത്തേഡിൽ നമുക്ക് ന്യൂ റേഷ്യോയും ഓൾഡ് റേഷ്യോയും ഒരേപോലെ തന്നിട്ടുണ്ട്. ന്യൂ റേഷ്യോയും ഓൾഡ് റേഷ്യോയും നമുക്ക് ഒരേപോലെ തന്നിട്ടുണ്ട്. ഓക്കെ, ഒന്നും കൂടി ചെയ്ത് കാണിക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കാണിക്കാം ഇതേ മോഡലുള്ള. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓൾഡ് റേഷ്യോ എയും ബിയും തമ്മിലുള്ള ഓൾഡ് റേഷ്യോ ആണ് അടുത്തത് പറയുന്നത്. ഒരു 4:5 ആണ് റേഷ്യോ. ഓക്കെ, സി പുതുതായിട്ട് അഡ്മിഷൻ എടുക്കുന്നു. സി പുതുതായിട്ട് സ്ഥാപനത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ റേഷ്യോ ചേഞ്ച് ചെയ്യുന്നു. ആ ഒരു റേഷ്യോ ചേഞ്ച് ചെയ്തത് 4:3:2 ആയിട്ടാണ്. നോക്കാം, എയും ബി മാത്രമേ ഉള്ളൂ സ്ഥാപനത്തില്. 4:5 ആണ് അവരുടെ ഓൾഡ് റേഷ്യോ. ഈ റേഷ്യോയിലാണ് ഇത്രയും കാലം എന്ത് ചെയ്തത്, പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. സീഡ് അഡ്മിഷൻ നടന്നു 4:3 എന്ന് നമ്മൾ ചേഞ്ച് ചെയ്തു. സീഡ് അഡ്മിഷൻ നടന്നു പറഞ്ഞാൽ ഇവിടെ സ്ഥാപനത്തിലേക്ക് സി കൂടി വന്നു. റേഷ്യോയിൽ സ്ട്രക്ചറിൽ തന്നെ ചേഞ്ച് ആയി. 4:3:2 എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് അവരവരുടെ റേഷ്യോ മാറ്റി. ഓക്കെ, സാക്രിഫൈസ് റേഷ്യോ നോക്കുക. എയുടെ സാക്രിഫൈസിംഗ് റേഷ്യോ ആണ് കാണുന്നത്. എക്കും ബിക്കും ആണ് സാക്രിഫൈസ് ഉള്ളത്. സിക്ക് 0 ആണ്. അപ്പൊ സിക്ക് ഒന്നുമില്ലല്ലോ, 0 അല്ലേ. അപ്പൊ സിക്ക് എന്തായാലും എന്തില്ല, നഷ്ടമൊന്നുമില്ല. സി വന്നതാണല്ലോ പുതുതായിട്ട്, അയാൾക്ക് ലാഭമാണ്. ഓക്കെ, അപ്പൊ എയുടെ സാക്രിഫൈസ് ആണ് നോക്കുന്നത്. എയുടെ സാക്രിഫൈസ് 4/9. സംശയമില്ലാന്ന് തോന്നുന്നു. ഈ 9 എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഈ 4 5 കൂടി ആഡ് ചെയ്താണ് ഈ 4 എയുടെ 4/9. ഇനി എയുടെ തന്നെ ന്യൂ റേഷ്യോ, എയുടെ ന്യൂ റേഷ്യോ മൈനസ് 4/9. ഓക്കെ, 4/9. ഓക്കെ, 4/9 മൈനസ് 4/9 ആണ്. ന്യൂ റേഷ്യോ 4/9 ആണ്. ഇത് 4/9 ആണ്. ഇതിന്റെ ആൻസർ 4/9 0 ആയോ? 0 ആയോ? ബിയുടെ നോക്കാം. ബിയുടെ അവസ്ഥ നോക്കാം. ബിയുടെ അവസ്ഥ ഇതാണ്. 5/9 ആണ് ഓൾഡ് റേഷ്യോ. 5/9 ആണ് ഓൾഡ് റേഷ്യോ മൈനസ് 3/9 ആണ് ന്യൂ റേഷ്യോ. മൈനസ് 3/9 ആണ് ന്യൂ റേഷ്യോ. ഓക്കെ, ആൻസർ കിട്ടുന്നത് 2/9 ആണ്. ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടെ മുഴുവൻ നഷ്ടവും സംഭവിച്ചിട്ടുള്ളത് ആർക്കാണ്? ബിക്കാണ്. റേഷ്യോ നമുക്ക് 0:1 എന്ന് എഴുതാം. ഈ 2/9 ഒക്കെ നമുക്ക് എന്താക്കാം? 0:9 എഴുതാം. 9 എഴുതാം. 0:1 എന്നാക്കി മാറ്റാം. കാരണം ഇവിടെ എക്ക് എന്ത് സംഭവിച്ചിട്ടില്ല? നഷ്ടം സംഭവിച്ചിട്ടില്ല. അപ്പോ സാക്രിഫൈസ് റേഷ്യോ ഒരു പുതിയ ആള് വരുമ്പോൾ രണ്ടുപേർക്കും നഷ്ടം സംഭവിച്ചോളന്നില്ല. ഈ കണക്കിലേക്ക് നോക്കുക. ഈ കണക്കില് 4/9 എക്ക് ഫസ്റ്റത്തെ കേസിലും കിട്ടി. ബി വന്നപ്പോഴും അയാൾക്ക് എന്ത് തന്നെ കിട്ടി? 4/9 തന്നെ കിട്ടി. പക്ഷെ ബിയുടേത് 5-ൽ നിന്ന് 5/9-ൽ നിന്ന് 3/9 ആയിട്ട് എന്ത് ചെയ്തു? കുറഞ്ഞു. 5/9-ൽ നിന്ന് 3/9 ആയിട്ട് കുറഞ്ഞു. ഓക്കെ, 2/9 നഷ്ടമാണ്. അപ്പൊ ഈ കേസിൽ 0:1 ആണ് എന്ത് റേഷ്യോ? സാക്രിഫൈസ് റേഷ്യോ. സാക്രിഫൈസ് മുഴുവൻ ഉണ്ടായിട്ടുള്ളത് ആർക്കാണ്? ബിക്കാണ്. ഇത് ഇങ്ങനെയും വരാം. ഓക്കെ, രണ്ട് റേഷ്യോയില് ഒരാൾക്ക് സാക്രിഫൈസിങ് ഇല്ലാതെ വരാം. ഓക്കെ, ഒറ്റ കേസും കൂടി നോക്കാം. ഓക്കെ, ഇപ്പൊ സാക്രിഫൈസിങ് നേരത്തെ കേസിൽ ബിക്ക് മാത്രമായിരുന്നു. ഒരു കേസും കൂടി നോക്കാം. ഈ അടുത്ത കേസ് നോക്കാം. 3:2 ആണ് ഓൾഡ് റേഷ്യോ. 1:1:1 ആണ്.
ഈക്വൽ പാർട്ട്നേഴ്സ്. ഇതിനെയാണ് നമ്മൾ ഈക്വൽ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈക്വൽ പാർട്ട്നേഴ്സ്. കാരണം 3:2 ഷെയർ ചെയ്തുകൊണ്ടിരുന്നതാണ്. അവർ 1:1:1 അവരവരുടെ റേഷ്യോ ചേഞ്ച് ചെയ്തു. 1:1:1 എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് അവർ ചേഞ്ച് ചെയ്തു. നോക്കുക, ഇത് കൂടി നോക്കുക. സെയിം പ്രൊസീജിയർ ആണ് എയുടെ റേഷ്യോ. 3/5 മൈനസ് എയുടെ റേഷ്യോ 1/3. ഓക്കെ, 3/5 മൈനസ് 1/3 നോക്കാം. 15. 9 മൈനസ് 5. 15 വന്നത് 5 into 3 ആണ് 15. 3 into 3 ആണ് 9. 1 into 5 ആണ് 5. ഓക്കെ, ഇവിടെ ആൻസർ നമുക്ക് കിട്ടുന്നത് 4/15 ആണ്. ഓക്കെ, ഇനി ബി 2/5 ആണ്. 2/5 മൈനസ് 1/3 15. 6 മൈനസ് 5. 6 എങ്ങനെയാണ് മനസ്സിലാക്കുക? 3 into 2 6 ആണ്. 1 into 5 5 ആണ്. ഓക്കെ, 1/15 ആണ്. ഓക്കെ, 1/15. ഇവര് തമ്മിലുള്ള റേഷ്യോ നമുക്ക് കിട്ടി. ലോസിന്റെ റേഷ്യോ 4:1 ആണ്. സാക്രിഫൈസിംഗ് റേഷ്യോ 4:1 ആണ് സാക്രിഫൈസിംഗ് റേഷ്യോ. അതിനർത്ഥം സി വന്നതുകൊണ്ടുള്ള ലോസ് ഇവര് ഷെയർ ചെയ്തിരിക്കുന്നത് 4:1 എന്ന് പറയുന്ന റേഷ്യോ ആണ്. സി വന്നതുകൊണ്ടുള്ള ലോസ് ഇവര് ഷെയർ ചെയ്തിരിക്കുന്നത് 4:1 എന്ന് പറയുന്ന റേഷ്യോ. ഓക്കെ, ഈ 3 പ്രോബ്ലം ഒരേ ടെക്നിക്ക്, ഒരേ പാറ്റേൺ ഫോളോ ചെയ്യുന്ന പ്രോബ്ലം ആണ് 3 പ്രോബ്ലം. കാരണം 3 പ്രോബ്ലത്തിലും ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും നമുക്ക് തന്നിട്ടുണ്ട്. 3 പ്രോബ്ലത്തിലും നമുക്ക് ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന പ്രോബ്ലം, അടുത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് ന്യൂ റേഷ്യോയും ഓൾഡ് റേഷ്യോയും നമുക്ക് തരില്ല. ഓക്കെ, ന്യൂ റേഷ്യോയും ഓൾഡ് റേഷ്യോയും നേരിട്ട് നമുക്ക് തരാത്ത ഒരു മോഡലാണ്. ഓക്കെ, ആ മോഡലാണ് നമുക്ക് എക്സാമിനൊക്കെ കൂടുതൽ ചോദിച്ചു കാണാറ്. അതിങ്ങനെയാണ്, നമുക്ക് ഓൾഡ് റേഷ്യോ തരും. എയും ബിയും തമ്മിലുള്ള ഓൾഡ് റേഷ്യോ തരും. എയും ബിയും തമ്മിലുള്ള ഓൾഡ് റേഷ്യോ 4:3 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ഇൻഫർമേഷൻ ന്യൂ റേഷ്യോ നമുക്ക് തരുന്നില്ല. പകരം നമുക്ക് ഒരു ഇൻഫർമേഷൻ കൂടി തരുന്നു. സി വരുമ്പോൾ നമ്മൾ 1/3 ഷെയർ ആണ് കൊടുക്കുന്നത് എന്ന് പറയും. ഓക്കെ, ഇത് വേറൊരു പാറ്റേൺ ആണ്. നേരിട്ട് ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും തരാത്ത വേറൊരു പാറ്റേൺ ആണ്. അതായത് 4:3 എന്നത് ഓൾഡ് റേഷ്യോ ആണ്. പ്ലസ് സി വരുമ്പോൾ ഒരു ഇൻഫർമേഷൻ കൂടി നമുക്ക് തന്നു. ഇത് മാത്രം തന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 4:3 എന്ന് പറയുന്ന ഇൻഫർമേഷൻ മാത്രമേ നമ്മൾ അതിലുള്ളൂ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ഇൻഫർമേഷൻ കൂടി നമുക്ക് തന്നിട്ടുണ്ട്. സി വന്നപ്പോൾ നമ്മൾ ഷെയർ ചെയ്തത് 1/3 സിയുടെ ഷെയർ, സിക്ക് കൊടുക്കുന്ന ഷെയർ എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റിന്റെ 1/3 ഇനി മുതൽ ആർക്ക് കൊടുക്കുന്നതാണ് അർത്ഥം? സിക്ക് കൊടുക്കുന്നതാണ്. ആ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റിന്റെ 1/3 ഇനി മുതൽ ആര് കൊണ്ടുപോകും? സി കൊണ്ടുപോകും. നമുക്ക് വേറെ ഒരു ഇൻഫർമേഷൻ തന്നിട്ടില്ല. ഓക്കെ, ഓൾഡ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. 4:3 ആണ് നമ്മുടെ ഓൾഡ് റേഷ്യോ. പിന്നെ തന്നത് ഒരു ഇൻഫർമേഷൻ ആണ്. ആ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 1/3, അതായത് 1/3 പ്രോഫിറ്റ് ഇനി മുതൽ ആർക്ക് കൊടുക്കണം? സിക്ക് കൊടുക്കണം എന്ന ഇൻഫർമേഷൻ കൂടി നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് എങ്ങനെ ചെയ്യുന്നു? ഓക്കെ, ഈ തരത്തിലുള്ള പ്രോബ്ലം ആണ് നമുക്ക് കൂടുതൽ ചെയ്യാൻ വരാറ്. എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് ഈ തരത്തിലുള്ള പ്രോബ്ലം ആണ് കൂടുതൽ വരാറ്. നോക്കുക, 1/3 ആണ്. 1/3 ആണ് ആരുടെ റേഷ്യോ? സിയുടെ റേഷ്യോ. 1/3 ആണ് ആരുടെ ഷെയർ? സിയുടെ ഷെയർ. സിക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഷെയർ 1/3 ആണ്. ചെയ്യുന്നത് എങ്ങനെ നോക്കുക, അതൊരു സീരീസ് ആണ്, അത് ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ, 4:3 ഓൾഡ് റേഷ്യോ 1/3 സിയുടെ ഷെയർ. നോക്കുക, സിയുടെ ഷെയർ 1/3 ആണ് നമുക്കറിയാം. നമ്മൾ വിചാരിക്കുക 1 രൂപയാണ് ലാഭം ഉണ്ടാവുന്നത് വിചാരിക്കുക. ഈ ഓർഡറിൽ തന്നെ ചെയ്യാം. 1 രൂപ ലാഭം ഉണ്ടാവുന്നു നമ്മൾ വിചാരിക്കും. ഓക്കെ, 1 രൂപ ലാഭം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ 1 രൂപയിൽ നിന്ന് നമ്മൾ 1/3 ആർക്ക് കൊടുക്കണം? സിക്ക് കൊടുക്കണം. ഓക്കെ, 1/3 സിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് 2/3 ആണ്. എങ്ങനെയാ ചെയ്യുന്നത് നോക്കിയാൽ സംശയമുള്ളവർ ഒന്നിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 3/3 എന്ന് എഴുതാം. ഇപ്പോൾ റോളല്ലോ 3/3 എന്ന് എഴുതാം. ഈ ഒന്നിനെ നമ്മൾ എന്ത് എഴുതി? 3/3 എന്ന് എഴുതി. 3/3 ടോട്ടൽ പ്രോഫിറ്റ്. 1 ആണ് ടോട്ടൽ പ്രോഫിറ്റ്. ഓക്കെ, ആ ടോട്ടൽ പ്രോഫിറ്റ് 1/3 ആർക്ക് കൊടുത്തു? ബിക്ക് കൊടുത്തു. 1/3 ബിക്ക് കൊടുക്കുമ്പോൾ ഈ 2/3 ആണ് ഇനി ആർക്കൊക്കെ ഉള്ളത്? എക്കും ബിക്കും ഉള്ളത്. ഇത് സിക്ക് കൊടുത്തു. സോറി, സിക്ക് കൊടുത്തു. 1/3 നമ്മൾ സിക്ക് കൊടുത്തു. ടോട്ടൽ ഉണ്ടാവുന്ന പ്രോഫിറ്റ് 3/3 ആണെന്ന് വിചാരിക്കുക, 1 ആണെന്ന് വിചാരിക്കുക, 1 രൂപയാണെന്ന് വിചാരിക്കുക. 1 രൂപയിൽ നിന്ന് 1/3 ആർക്ക് കൊടുക്കും? നമ്മൾ സിക്ക് കൊടുക്കുന്നു.
1/3 സിക്ക് കൊടുത്തപ്പോൾ 2/3 ആണെങ്കിൽ എക്കും ബിക്കും കൂടി ഉള്ളത്. ഓക്കെ, 2/3 എക്കും ബിക്കും കൂടി ഉള്ളതാണ്. 2/3 എക്കും ബിക്കും കൂടി ഉള്ളതാണ്. നോക്കാം ഇനി എന്ത് ചെയ്യുന്നു നോക്കാം. എയുടെ ഷെയർ കണ്ടുപിടിക്കാം. ഓക്കെ, എയുടെ ഷെയർ ഈ 2/3ന്റെ ഈ 2/3 എക്കും ബിക്കും കൂടി ഉള്ളതാണല്ലോ. ഈ 2/3ന്റെ 4/7 ആണ് എയുടെ ഷെയർ. ഓക്കെ, കാരണം ഈ 2/3 എയും ബിയും കൂടി ഷെയർ ചെയ്യാൻ പോവാണ്. ഇതുവരെ അവർ ഒന്നായിരുന്നു ഷെയർ ചെയ്തിരുന്നത്. ഒന്ന് ഇനി മുതൽ അവർക്കില്ല. സി കൊണ്ടുപോയി 1/3. അപ്പൊ അവർക്ക് ബാക്കിയുള്ളത് ഒന്നിന്റെ 2/3 ഭാഗമാണ്. 2/3 ആണുള്ളത്. ഓക്കെ, ഈ 2/3നെ എയും ബിയും ഷെയർ ചെയ്യാൻ പോവാണ്. 2/3ന്റെ 4/7 തമ്മിൽ റേഷ്യോ ഉണ്ടല്ലോ. എക്കും ബിക്കും തമ്മിൽ റേഷ്യോ ഉണ്ട്. 4:3 ആണ് റേഷ്യോ. എക്കും ബിക്കും തമ്മിലുള്ള റേഷ്യോ. സോ 2/3ന്റെ 4/7 എക്കും ബിക്ക് 2/3ന്റെ 3/7 ആണ്. ഇത് ഈ റേഷ്യോയില് ഇതുവരെ അവര് ഉണ്ടായിരുന്നെങ്കിൽ 1 4 3 എടുത്ത് വീട്ടിൽ പോകുന്നവരായിരുന്നു. ഇപ്പോ ഈ 1ൽ നിന്ന് 1/3 അവർ സിക്ക് കൊടുത്തു. സോ അവർക്ക് ബാക്കിയുള്ളത് 2/3 ആണ്. ആ 2/3ന്റെ 4/7 എയും കൊണ്ടുപോകും. 2/3ന്റെ 3/7 ബിയും കൊണ്ടുപോകും. ഓക്കെ, നോക്കുക, ഇത് ചെയ്ത് നോക്കുക. 2/3ന്റെ 4/7 എന്ന് പറയുന്നത് 8/21 ആണ്. ഇത് 6/21. 8/21 6/21 രണ്ടെണ്ണം കിട്ടി. ഇനി സിയുടെ അവസ്ഥ നമുക്കറിയാം. ഇത് നിങ്ങൾ കൈവന്നിട്ട് ചെയ്യേണ്ടതാണ്. സിയുടെ ഷെയറിനെ കൂടി നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരണം. എന്നാലേ നമുക്ക് 3 എന്നുള്ള ഒരു റേഷ്യോ കിട്ടുള്ളൂ. സിയുടെ ഷെയറിനെ കൂടി ഇവിടേക്ക് നമുക്ക് എത്തിക്കണം. എന്നാലേ നമുക്ക് 3 എന്നുള്ള ഒരു റേഷ്യോ കിട്ടുള്ളൂ. നോക്കുക, സിയുടെ ഷെയർ 1/3 ആണ്. നമുക്കറിയാം ഈ 1/3 ഇങ്ങനെ 1/3 എന്ന് എഴുതി വെച്ചാൽ നമുക്ക് റേഷ്യോ കിട്ടില്ല. കാരണം ഇതിന്റെ അടിയിൽ 21 ആണ്, ഇതിന്റെ അടിയിൽ 21 ആണ്. ഓക്കെ, ഇത് പക്ഷെ 3 ആണ്. 21 ഡിനോമിനേഷൻ 3 ഉള്ളതും കൂടി ചേർത്തിട്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഒരു റേഷ്യോ വെക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതിനെ 21 ആക്കണം. ഈ 3 ഒന്ന് 21 ആക്കിപ്പിക്കാൻ നമ്മുടെ പ്രശ്നങ്ങൾ. അപ്പൊ ഈ 3 21 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ. 3 21 ആക്കാൻ എന്താ ചെയ്യുന്നതെന്ന് ഡൗട്ട് അടിക്കണ്ട. ഈ 21 ഒന്ന് അയച്ചു നോക്കിയാൽ 3 അപ്പൊ നിങ്ങൾക്ക് 7 കിട്ടും. 3നെ അപ്പൊ നിങ്ങൾക്ക് ഈ 1/3 നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതുകയാണ്. ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതുമ്പോൾ 7/21 എന്ന് 7/21. ഒന്നും കൂടി ഞാൻ പറയാം. ഈ 1/3 നമുക്ക് ഗിവൺ ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിച്ചൊന്നും ഡൗട്ട് വേണ്ട. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് നമ്മൾ എടുത്ത് എഴുതുക. ഇനി ഇതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാതെ ഒന്ന് 21 ആക്കിയതാണ്. ഓക്കെ, എന്തിനാണെന്നറിയോ? ഇങ്ങനെ കിട്ടിയാലല്ലേ നമുക്കൊരു റേഷ്യോ ആവുള്ളൂ. ഇങ്ങനെ കിട്ടിയാൽ നമുക്കൊരു റേഷ്യോ ആവും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് വാല്യൂ ചേഞ്ച് ആവാതെ നമ്മൾ 21 ആക്കിയതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1നെയും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3നെയും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ വാല്യൂ ചേഞ്ച് ആവും. ഓക്കെ, അപ്പൊ 8, 6, 7 എന്ന് പറയുന്ന റേഷ്യോ കിട്ടും. 8, 6, 7 എന്ന് പറയുന്ന റേഷ്യോ. ഓക്കെ, ഈ റേഷ്യോയിൽ എപ്പോഴും ഏറ്റവും മിനിമൈസ് ചെയ്തിട്ടാണ് നമ്മൾ റേഷ്യോയിനെ പ്രസന്റ് ചെയ്യേണ്ടത്. പക്ഷെ ഈ 7 നമുക്കൊരു പ്രോബ്ലം ആണ്. 7 വന്നാൽ നമുക്ക് അതിനെ ചെറുതാക്കാനൊന്നും പറ്റില്ല. അപ്പൊ റേഷ്യോ അത് തന്നെയാണ് റേഷ്യോ. 8, 6, 7 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏത് റേഷ്യോ? ന്യൂ റേഷ്യോ. ഓക്കെ, ഇപ്പൊ നമുക്ക് ന്യൂ റേഷ്യോ കിട്ടിയിട്ടുണ്ട്, ഓൾഡ് റേഷ്യോ ഉണ്ട്. ഇപ്പൊ നമുക്ക് ന്യൂ റേഷ്യോ കിട്ടിയിട്ടുണ്ട്, ഓൾഡ് റേഷ്യോ. ഓക്കെ, ഒന്നുകൂടി ഞാൻ ഇതൊന്ന് പറയാം. നോക്കുക, 1 ആണ് പ്രോഫിറ്റ് എന്ന് വിചാരിക്കുക. 1ൽ നിന്ന് 1/3 കുറയ്ക്കുക, 2/3 കിട്ടും. ഈ 1/3 സിക്ക് ഉള്ളതാണ്. ഈ 2/3 എക്കും ബിക്കും ഉള്ളത്. ഓക്കെ, ഇനി ഈ 2/3 എയും ബിയും തമ്മിൽ ഷെയർ ചെയ്തെടുക്കുകയാണ്. 2/3 into 4/7. 4/7 വന്നത് അവരുടെ ഓൾഡ് റേഷ്യോയിൽ നിന്നാണ്. 4:3 ആണ് അവരുടെ ഓൾഡ് റേഷ്യോ. ഓൾഡ് റേഷ്യോയിൽ നിന്നാണ് ഇത് വന്നത്. 4/7 8/21 കിട്ടി. 2/3നെ ബിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാണ്. ഈ റേഷ്യോയില് 3/7 6/21 കിട്ടി. അപ്പൊ രണ്ടാളെ ഓക്കെ ആയി. മൂന്നാമത്തെ ആളെ കൂടി അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മള് 1/3നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 7/21 കിട്ടി. 8, 6, 7 8, 6, 7 എന്ന് പറയുന്ന ന്യൂ റേഷ്യോ നമുക്ക് കിട്ടും. ഇപ്പൊ നമുക്ക് ന്യൂ റേഷ്യോ ഉണ്ട്, ഓൾഡ് റേഷ്യോ ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കാം. ഇപ്പൊ നമുക്ക് ന്യൂ റേഷ്യോ കിട്ടി 8, 6, 7 എന്ന്. ഓൾഡ് റേഷ്യോ ഉണ്ട്,
4:3 എന്നുള്ളത് നമുക്ക് നേരത്തെ പറഞ്ഞ മോഡലിൽ നമുക്ക് സാക്രിഫൈസ് റേഷ്യോ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. വേണമെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കാം. ബുദ്ധിമുട്ടുള്ള കേസല്ല. 4:3 എന്ന് നമുക്ക് ഓർഡർ റേഷ്യോ അവൈലബിൾ ആണ്. 8, 6, 7 എന്ന ന്യൂ റേഷ്യോയിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിച്ചാണേ. അത് നേരത്തെ പോലെ തന്നെ ചെയ്യാം. എയുടെ ഓർഡർ റേഷ്യോ 4/7 മൈനസ് 8/21. ഓക്കെ. ബി 3/7 മൈനസ് 6/21. പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 21 into 7 എന്ന് പറയുന്നത് 147 ആണ്, 147 ആണ്. 21 into 4 എന്ന് പറയുന്നത് 84 ആണ്. 84 മൈനസ് 56 ആണ്. ഇവിടെ 147. 21 into 3 63 ആണ്. മൈനസ് 42 ആണ്. ഇത് ചെയ്താൽ മതി. 84 മൈനസ് 56, 63 മൈനസ് 42. ഇത് ചെയ്യുമ്പോൾ 28, 21. 28/147. 21 minus 147. 28:21 എന്നാണ് റേഷ്യോ കിട്ടുക. 28 നിങ്ങൾക്ക് നിങ്ങൾ 1-2 തവണ കാണാം. 28:21 എന്നാണ് കിട്ടുക. ഇതിനെ നമ്മൾ ചുരുക്കുമ്പോൾ 4:3 എന്ന്. ഓക്കെ. 7 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. അത് റെഡ്യൂസ് ചെയ്ത് താഴേക്ക് വരും. നമുക്ക് കോമൺ ആയിട്ട് ഏത് സംഖ്യ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റാൻ നോക്കുക. ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഒരു ഏറ്റവും മിനിമൈസ് ആയിട്ടുള്ള ഫോമിലേക്ക് മാറും. 4:3 എന്ന് പറയുന്ന റേഷ്യോ കിട്ടും. ഇങ്ങനെയാണ് രണ്ടാമത്തെ മെത്തേഡ്. അതായത് നമുക്ക് അവൈലബിൾ അല്ല, ന്യൂ റേഷ്യോ അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് കാണുന്നത്, ഈ സാക്രിഫൈസ് റേഷ്യോ കാണും. ഓക്കെ. ഇവിടെ നമുക്ക് ആൻസർ കിട്ടിയത് 28:21 ആണ്. 28:21 നമ്മൾ എന്താക്കി മാറ്റിയത് 4:3 എന്ന് മാറ്റി. ഓക്കെ. എന്തൊക്കെയാ ചെയ്തതെന്ന് ഓർക്കാം. നമ്മള് സാക്രിഫൈസ് സിയുടെ ഷെയർ കണ്ടു. സിയുടെ ഷെയറിൽ നിന്ന് എയുടെയും ബിയുടെയും ഷെയർ കണ്ടു. എയുടെയും ബിയുടെയും ഷെയറിൽ നിന്ന് നമ്മൾ ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചു. ന്യൂ റേഷ്യോ ഓൾഡ് റേഷ്യോ ആയിട്ട് ചെയ്തിട്ട് നമ്മൾ സാക്രിഫൈസ് റേഷ്യോ കാണും. ഈ രണ്ട് മെത്തേഡിലാണ് സാക്രിഫൈസ് റേഷ്യോ കാണാൻ നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. ഒന്ന് ഓൾഡ് റേഷ്യോ, ന്യൂ റേഷ്യോ കിട്ടിയിട്ടുള്ള സാക്രിഫൈസ് റേഷ്യോ. ഒന്ന് ഓൾഡ് റേഷ്യോയും സിയുടെ ഷെയറും മാത്രം കിട്ടിയിട്ടുള്ള മറ്റൊരു സാക്രിഫൈസ് റേഷ്യോ. ഓക്കെ. ഒന്നും കൂടി നോക്കാം. ഈ മോഡൽ ഒറ്റ മുമ്പ് നോക്കാം. ഓൾഡ് റേഷ്യോ കാണുന്നത് എങ്ങനെയാണെന്ന് മാത്രം നോക്കാം. ഓക്കെ. ഇതിപ്പോ 1:2 ആണ് ഓൾഡ് റേഷ്യോ. ഓക്കെ. സി വരുന്ന സ്ഥാപനത്തിലേക്ക് സി വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഷെയർ 1/5 ആണ് എന്ന് വിചാരിക്കാം. സി വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഷെയർ 1/5 ആണെന്ന് വിചാരിക്കാം. ഓക്കെ. നമ്മൾ ചെയ്യുമ്പോൾ 1 മൈനസ് 1/5. 1 മൈനസ് 1/5 4/5. ഓക്കെ. ഇങ്ങനെ 4 വന്നത് ടെൻഷൻ വേണ്ട. ടെൻഷൻ ഉള്ളവർ ഈ 1നെ 5/5 ആക്കി മാറ്റിയിരിക്കുക. 5/5 മൈനസ് 1/5 4/5. ഈ 4/5 ഇത് സിക്കുള്ളതാണ്. ഇതാണ് ആർക്കുള്ളത്, എക്കും ബിക്കും കൂടി. ഓക്കെ. ഇനി എയുടെ റേഷ്യോ എങ്ങനെയാണ് കാണുന്നത് നോക്കുക. എയുടെ റേഷ്യോ 4/5ന്റെ 1/3 എക്കും ബിക്ക് 4/5ന്റെ 2/3. 4/5ന്റെ 1/3 കാണുന്നതോട്ടൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 15. 4/15 8/50. 4/15 8/50. 4/15 8/50. 4/5 ഷെയർ ചെയ്തപ്പോ ഇനിയിപ്പോ ഇവിടെ സിയെ കൂടി നമ്മൾ ഇവിടത്തേക്ക് ഉൾപ്പെടുത്തിക്കണം. സിയെ ഉൾപ്പെടുത്തിക്കുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് സി 1/5 ആണ്. സി ഈ 5 ആണ്, പക്ഷെ വലിയ രണ്ടുപേര് 15 ആണ്. അപ്പൊ ഇതിനെ കൂടി 15 ആക്കാൻ വേണ്ടിയിട്ട് നമ്മള് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോ 3/15. ഓക്കെ.
ratio 4:8:3 എന്ന് ratio. ഇതാണ് new ratio. 4:8:3 എന്ന് ratio. ഇതിൽ ആകെ ഡൗട്ട് വരുന്നത് ഈ 3 എവിടെ നിന്ന് വന്നതാണ് ഡൗട്ട് വരുന്നത്. ഈ 3 നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് അതിലേക്ക് സ്പോൺസർ ചെയ്തതാണ്. കാരണം ഈ 5നെ കൂടി എന്താക്കി മാറ്റാൻ വേണ്ടിയിട്ട് 15 ആക്കി മാറ്റാൻ വേണ്ടി. ആ 5നെ 15 ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് കൊണ്ടുകൊടുത്തതാണ്. ഓക്കെ, ഇനി നമുക്ക് സാക്രിഫൈസിംഗ് റേഷ്യോ കാണാം. ഓക്കെ, സാക്രിഫൈസ് റേഷ്യോ ഓൾഡ് മൈനസ് ന്യൂ ആണ് സാക്രിഫൈസ് റേഷ്യോ. ഓൾഡ് മൈനസ് ന്യൂ ആണ് സാക്രിഫൈസ് റേഷ്യോ. നോക്കുക, എ ആണ്. എയുടെ ഓൾഡ് റേഷ്യോ 1:3 ആണ്. സോ ഓൾഡ് റേഷ്യോ 1/3 ആണ്. ഓൾഡ് റേഷ്യോ മൈനസ് 4/15. ഓക്കെ, ഇത് LCM ഒക്കെ കണ്ടിട്ട് ചെയ്യാമല്ലോ. അതിനെ കണ്ടപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ വേണ്ട, നേരിട്ട് ചെയ്തോളാം. 45 ഇവിടെ 15 മൾട്ടിപ്ലൈ ചെയ്താണ്. 15 into 1 15. 3 into 4 minus 12 is equal to 3/45. 3/45. Okay, B യുടെ 2/3 minus 8/15. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ 45 ഇത് 15 into 2 30 minus 3 into 8 24 is equal to 6/45. അപ്പോൾ 3:6 എന്ന് കിട്ടും. അതിനെ നമുക്ക് മാറ്റിയിട്ട് 2:1 എന്ന് എഴുതാം. ഇതാണ് രണ്ടാമത്തെ മോഡലിൽ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യുന്ന മെത്തേഡ്. രണ്ടാമത്തെ മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾഡ് റേഷ്യോയും സിയുടെ ഷെയർ മാത്രം അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് നമ്മൾ ഈ പ്രോബ്ലം ഫുള്ള് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ 1 - 1/15 ചെയ്തു. എയുടെയും ബിയുടെയും ഷെയർ കിട്ടി. എയുടെയും ബിയുടെയും ഷെയർ നമ്മൾ ഓൾഡ് റേഷ്യോയിൽ വിധിച്ചു. സി അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചപ്പോൾ ന്യൂ റേഷ്യോ. ഇതിനെ തമ്മിൽ മൈനസ് ചെയ്തപ്പോൾ പണ്ട് പഠിച്ചതുപോലെ തന്നെ നമുക്ക് സാക്രിഫൈസ് റേഷ്യോയും കിട്ടി. ഓക്കെ, ഇതാണ് രണ്ട് മെത്തേഡ് സാക്രിഫൈസ് റേഷ്യോ. ഈ വീഡിയോ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആ രണ്ട് മെത്തേഡിലും സാക്രിഫൈസ് റേഷ്യോ കാണാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വരും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഈ പ്രോബ്ലംസ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്തോളാം. 1-2 പ്രോബ്ലംസ് ഇതേപോലെ സാക്രിഫൈസ് റേഷ്യോ ഇട്ടിട്ട് സാക്രിഫൈസ് റേഷ്യോ കാണാനുള്ള ഓൾഡ് റേഷ്യോയും ഷെയർ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ തന്നെ ചെയ്തോളാം. വീഡിയോ ഒരു തവണയും കൂടി റിപ്പീറ്റ് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഇത്രയാണ് സാക്രിഫൈസ് റേഷ്യോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിച്ച് പഠിക്കാനുള്ള സമയം. ഈ സാക്രിഫൈസ് റേഷ്യോ നമുക്ക് ഗ്രൂപ്പിലുമായിട്ട് ഷെയർ ചെയ്യാനുള്ള പ്രോബ്ലം വരുന്നുണ്ട്.